ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ജോലി ഉണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ. നമ്മൾ വാഴ നട്ടേക്കുന്നിടത്ത് അവിടെ കുറച്ച് സാലഡ് വെള്ളരി നടാനുണ്ടായിരുന്നു. അതിന് വേണ്ടി തടം എടുക്കണമായിരുന്നു. വലിയ തടമൊന്നുമല്ല, എന്നാലും അവിടെ അധികം കുറേ നാളായിട്ട് ആ സ്ഥലത്ത് കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് കളച്ച് റെഡിയാക്കിയൊക്കെ ഇടണമായിരുന്നു. പിന്നെ ബ്ലാക്കിയെ നോക്കണമായിരുന്നു. ഇത് അവിടുത്തെ പട്ടിയാണ് ബ്ലാക്കി. അവിടെ ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ട് പോകാറുണ്ട്. എന്നിട്ട് ജസ്റ്റ് അവൻ എന്തെങ്കിലും കൊടുക്കും. ജോലിയുള്ള ദിവസമാണെങ്കിൽ വൈകിട്ട് പോകും. വാഴയ്ക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ അവന് ആഹാരം അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ നിന്നും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വയണ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ സാലഡ് വെള്ളരി നടാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് വയണയൊക്കെ മുറിച്ച് മാറ്റുന്നതായിരുന്നു രാവിലെ കൊച്ചിൻ്റെ പരിപാടി. ഇത് ശരിക്കും തെരളി ഉണ്ടാക്കുന്ന ഇലയാണ്. ഇപ്പം കുറച്ച് ഇലയൊക്കെ നമ്മൾ പിച്ചെടുത്ത് മാറ്റി വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വൈകിട്ട് തെരളിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഇലയൊക്കെ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഇത് മൊത്തവും കട്ട് ചെയ്തത്. നല്ല രസമായിരുന്നു അത് നിൽക്കുന്നതാണ്. നിറച്ച് ഇല പിടിച്ചിട്ട് അത് എല്ലാ ഇലയും നല്ല ഇലയായിരുന്നു. അപ്പം കുറച്ച് ഇലയൊക്കെ പിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് അവിടെ കുറച്ച് കിളച്ച് കുറേ ദിവസമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിളയ്ക്കാൻ ആരെങ്കിലും അവിടെ ഒന്ന് വേറെയും കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് ഇത് കിളയ്ക്കാനും പോച്ചയൊക്കെ ചെത്താനും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ആളെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരെയും കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ പോയി ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ ഇറങ്ങിയത്. ഈ സ്ഥലത്താണെങ്കിൽ കുറച്ച് നാളായി എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല കട്ടിയായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് മണ്ണ് ഇളക്കി ഇട്ടാൽ മാത്രമേ നമുക്ക് ഇളക്കി കുറച്ച് ദിവസം ഇട്ടൊന്ന് നനച്ചൊക്കെ ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് നടാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അതിൻ്റെ ഒരു ജോലിയിലായിരുന്നു. അതിനിടയ്ക്ക് പഞ്ചമിയും ആമിയും അവിടെ തന്നെ ഉണ്ട്. ആമി ഒരു മാങ്ങ പിച്ചി അത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് തിന്നുന്നതിൻ്റെ തിരക്കിലായിരുന്നു. പഞ്ചമിയാണെങ്കിൽ മോട്ടറിൽ വെള്ളം നിറഞ്ഞ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം അതിനകത്ത് പോയി കളിക്കുന്ന തിരക്കിലായിരുന്നു പഞ്ചമി. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പോയി അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാനും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. എന്നാലും മൊത്തവും പണിയും കൂടുതലും ചെയ്തത് കൊച്ചു തന്നെയാണ്. അങ്ങനെ നമ്മളൊരു 3 തടവൊക്കെ എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടു. അതായത് വെള്ളമൊക്കെ പോകുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. വെള്ളമൊക്കെ ഇറങ്ങി പോകുമോ അതോ അത് ഭയങ്കര ഹാർഡാണോ അവിടെ എന്ന് അറിയാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു ഇട്ടിട്ട് പോരുന്നു. ഇനിയിപ്പം ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക്